ഞായറാഴ്ച എടുപിടിന്നൊരു പനി പിടിച്ചങ്ങ് കിടന്നുപോയി. തിങ്കളാഴ്ച രാവിലെ ഒരു ആവിയൊക്കെ പിടിച്ച് ഞാൻ ജോലിക്ക് പോയി. വണ്ടി ഓടിക്കാൻ വയ്യായിരുന്നു. മുത്തെന്നെ കൊണ്ടുവിട്ടു. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇങ്ങ് പോരുന്നേ. കറക്റ്റ് 2 ആഴ്ചത്തെ അവധി കഴിഞ്ഞ് മുത്ത് തിരിച്ചിന്ന് ബാംഗ്ലൂർക്ക് പോവാ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ നമ്മളൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടാവണേ തമ്പുരാനേ എന്നും പ്രാർത്ഥിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങുവാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാവും. അതുകൊണ്ട് സ്റ്റാറും നമ്മുടെ ട്രീയും ഒക്കെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടു. അമ്മമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അപ്പൂനെ കണ്ടു. അപ്പു ഇപ്പോഴേ പോകുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പു പോകുന്നത്. അപ്പോൾ ഇവർക്ക് ക്രിസ്തുമസിന് പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല. എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുമസിന് വരാൻ പറ്റാത്തത് കൊണ്ട് ആ സമയത്ത് വന്ന് അങ്ങ് പോയെന്നേ ഉള്ളേ. 7 മണിക്കുള്ള ട്രെയിൻ അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് വന്നത്. അവിടെ ചെന്നിരുന്നപ്പോഴേ മോനുകുട്ടന് വിശക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് കഴിക്കാൻ പേടിയാണ് കേട്ടോ. ഈ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ പോലും എനിക്ക് വിശ്വാസമല്ല, സത്യം. ഏതൊക്കെ ബ്രാൻഡാണ് നല്ലതാണോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഇതത്രേ ഉള്ളൂ. പിന്നെ ആവശ്യമായിട്ട് വന്നാൽ നമ്മളിതൊക്കെ ശീലിക്കുകയും വേണം അല്ലേ. ശബരിമല സീസണായാൽ പിന്നെ പമ്പ ബസ്സുകളുടെയും KSRTCയിലെ തിരക്കുമൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അയ്യപ്പന്മാരുടെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിലേത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ലാത്ത തിരക്കായിരുന്നു അയ്യപ്പന്മാരുടെ. അങ്ങനെ മുത്തിനെ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഓട്ടോ വെളിയിലെവിടെയോ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അകത്തൊന്നും പാർക്കിങ്ങിന് സ്ഥലമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് മോനുകുട്ടൻ്റെ വിഷമം മാറ്റാൻ പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചാലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. അമ്മമ്മയ്ക്കും 2 കൊടുത്തു. ബാക്കി ഞങ്ങളും കഴിച്ചു.